1961 കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് ശ്രീ കളത്തിൽ ദേവസിയുടെയും ശ്രീമതി കുഞ്ഞമ്മയുടെയും മകനായി ജനിച്ച മലയാളത്തിന്റെ പ്രിയങ്കരനായ ഒരു കവി. കണ്ണൂർ സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല, തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, മഹാത്മാഗാന്ധി സർവകലാശാല തുടങ്ങിയ 5 സർവകലാശാലകളിലാണ് അദ്ദേഹത്തിന്റെ കവിതകൾ പഠന വിഷയമാകുന്നത്. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി സാഹിത്യ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വം. നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പുറപ്പാട്, കവിയുത്തരം, പാട്ടുകെട്ടിയ കൊട്ട, കണ്ണിലെഴുതാൻ, ഇരുട്ട് പിഴിഞ്ഞ് തുടങ്ങിയ നിരവധി കവിതാ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിലെ പല പ്രശസ്തരായ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ കവിതാ പുരസ്കാരം, യുവകലാ സാഹിതി കവിതാ പുരസ്കാരം, പി ഭാസ്കരൻ കവിതാ പുരസ്കാരം, ജയൻ സ്മൃതി സാഹിത്യ പുരസ്കാരം, മഹാകവി പി സാഹിത്യ പുരസ്കാരം, കെടാമംഗലം പപ്പുകുട്ടി സ്മാരക കവിതാ പുരസ്കാരം, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് കവിതാ പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി. പറഞ്ഞു വരുന്നത്, മലയാളത്തിന്റെ പ്രിയ കവി, ഏറെ ആദരവുകളോടെ, ഏറെ സ്നേഹത്തോടെ, അതിലേറെ ബഹുമാനത്തോടെ പറയേണ്ട ഒരു പേര്, മലയാളത്തിന്റെ സ്വന്തം സെബാസ്റ്റ്യൻ. എല്ലാവർക്കും നമസ്കാരം. കവി സെബാസ്റ്റ്യനാണ് ഇന്ന് സാഹിതിയിൽ എൻ്റെ എഴുത്തു വഴികൾ എന്ന പങ്ക്തിയിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ എഴുത്തു വഴികളിലുണ്ടായ അനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ എഴുത്ത് ജീവിതത്തിൽ വന്ന കൂട്ടാളികൾ, അദ്ദേഹത്തിന് വഴികാട്ടിയായി നിന്നവർ, അദ്ദേഹത്തിന് ബാല്യകാലം തൊട്ട് കവിതയിൽ പിച്ച വയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മാർഗനിർദ്ദേശം നൽകിയവർ, ഇവരെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ശ്രീ സെബാസ്റ്റ്യൻ നമ്മോട് പറയുന്നു. വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അല്പസമയം അദ്ദേഹം സാഹിതിയോടൊപ്പം. ഏറെ ബഹുമാനത്തോടെ, ഏറെ സ്നേഹത്തോടെ, ഏറെ ആദരവുകളോടെ ശ്രീ സെബാസ്റ്റ്യനെ സാഹിതിയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഒരു കവി എന്ന നിലയിൽ കവിതയെക്കുറിച്ചുള്ള ചില വിചാരങ്ങളും ഈ കവിത എഴുത്തിലേക്ക് വന്ന ചില അനുഭവങ്ങളും പങ്കുവയ്ക്കാം എന്ന് കരുതുകയാണ്. നമുക്കറിയാം, ഈ കവിത എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ആനന്ദാനുഭൂതിയിൽ നിറയാൻ എങ്ങനെയോ കുട്ടിനാളിൽ തന്നെ ഒരു അനുഗ്രഹം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. വളരെ കുട്ടിനാളിൽ തന്നെ അമ്മ ഈ ചങ്ങമ്പുഴയുടെ രമണനും പഴയ ചില പാട്ടുപുസ്തകങ്ങളിലെ പാട്ടുമെല്ലാം പാടി, വടക്കൻ പാട്ടുകളെല്ലാം പാടി ഇങ്ങനെ വീട്ടിൽ നടക്കുന്നൊരു ബാല്യം ഞാൻ ഓർക്കുകയാണ്. ചങ്ങമ്പുഴ രമണനെല്ലാം ആൾക്ക് കാണാതെ അറിയായിരുന്നു. നമുക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ കവിതകളെല്ലാം മുഴുവനായി അമ്മ ചൊല്ലിങ്ങനെ നടക്കുന്ന, അമ്മയുടെ അടുക്കളപ്പണിയിലും മുറ്റമടിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ പാടി നടക്കുന്ന ഒരു അനുഭവം ഓർക്കുകയാണ്. അപ്പൊ സത്യത്തിൽ ഈ കവിതയുടെ വിത്ത് കിട്ടിയത്, സംഭവം ഇത് സഹജമായി കിട്ടുന്ന ഒന്നാണ് ഈ സർഗാത്മകത എന്നറിയാം. എന്നാലും ഈ കവിതയിലേക്ക് തിരിയാൻ, കവിതയുടെ ഒരു ദിവ്യാനുഭൂതി കിട്ടാൻ ഈ അമ്മയുടെ എപ്പോഴും ഇങ്ങനെ പാടി നടക്കുന്ന ഒരു അനുഭവം ഈ ബാല്യത്തിൽ തന്നെ, കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് പാട്ടുകെട്ടിയ കൊട്ട എന്ന കവിത എഴുതാനുള്ളൊരു പ്രചോദനം ഈ അമ്മയുടെ ഓർമ്മ, അമ്മയെക്കുറിച്ചുള്ള കവിതയാണത്. ഞാൻ ഈ സംഭവം ആ കവിതയിൽ പറയുന്നുണ്ട്. ഏകദേശം ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പള്ളി സ്കൂളിൽ നിന്നാണ് അതിനെ വിളിച്ചിരുന്നത്.
ഒരു പ്രൈമറി സ്കൂള്, അവിടെ 4ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ആ സ്കൂളിന്റെ ഉമ്മറത്ത് ഈ വസന്തകാലത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലെല്ലാം ഇങ്ങനെ നിറയെ പൂത്ത് നിൽക്കുന്ന 1-2 വാഗമരങ്ങൾ ഉണ്ടായിരുന്നു സ്കൂളിന്റെ മുന്നിൽ. വലിയ വാഗമരങ്ങളാണ്. അത് ഇലകളെല്ലാം കൊഴിഞ്ഞുപോയി, പൂക്കൾ മാത്രമാവും, കടും ചുവപ്പാർന്ന പൂക്കൾ മാത്രമാവും. അപ്പൊ വലിയ പ്രായമുള്ളൊരു ഈ വാഗമരമായതിന്റെ പേരിൽ തന്നെ ഉയർന്ന വേരുകൾ ഉണ്ടായി, ഇങ്ങനെ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന വേരുകൾ അതിലുണ്ടായി. അപ്പൊ ഞാനും സുഹൃത്തുക്കളും എല്ലാം വന്ന്, കുട്ടികളൊക്കെ ഞങ്ങൾ ഈ ഇന്റർവെല് ടൈമിന് വന്നിരുന്ന് ആ വേരുകളിൽ ഇരുന്ന് കളിക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ ആ വേരുകളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, അപ്പൊ ഇങ്ങനെ ഈ കാറ്റ് വരുമ്പോ വാഗമരത്തിൽ നിന്ന് പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നുണ്ട്. അത് കൂടാതെ അതിലിരുന്ന് കുയിലുകള് പക്ഷികളൊക്കെ പാടുന്നുണ്ട് ഈ വാഗമരത്തില്. കുട്ടികളെ പലയിടത്ത് കളിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ഒറ്റക്ക്, കൂട്ടുകാരും ഇല്ലാതെ ആ വേരുകളിൽ ഇരിക്കുമ്പോ എനിക്ക് പ്രത്യേക ഒരു ആനന്ദാനുഭൂതി ഉണ്ടാകുകയും, ഞാൻ ആനന്ദാനുഭൂതി ചില അക്ഷരങ്ങളായി എനിക്ക് തോന്നുകയും ഞാനതെന്റെ സ്ലേറ്റിലേക്ക് എഴുതി വെക്കുകയും ചെയ്തു. അന്ന് 6 വരി ആണോ എന്ന് തോന്നുന്നു ഞാൻ എഴുതി വെച്ചത്. എന്നിട്ട് ഞാൻ വസന്തകാലം എന്ന് അതിന് പേര് കൊടുത്തു. ഈ കവിതയ്ക്ക് ആദ്യത്തെ കവിത അതാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ആ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. എന്നിട്ട് ഞാൻ എനിക്കത് കവിത ഒന്നും അറിയില്ല, ഞാനത് എൻ്റെ ക്ലാസ് ടീച്ചറെ കൊണ്ടേ കാണിക്കുകയാണ്. അതിനോടൊരു ധൈര്യമല്ലേ ഉണ്ടായി, ഞാൻ കൊണ്ടേ കാണിക്കുകയാണ്. അപ്പൊ ടീച്ചർ ഇത് വായിച്ചിട്ട് എന്നോട് ചോദിച്ചു, നീ തന്നെ എഴുതിയതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിയതാണ്. വളരെ നന്നായിരിക്കുന്നു എന്ന് എന്നോട് ടീച്ചർ പറഞ്ഞു. ഈ പാടി നടക്കുന്ന ഒരു അവസ്ഥയല്ലാണ്ടെങ്കിലും 10-11 പേര് അടങ്ങിയ ഒരു വലിയ കൂട്ടുകുടുംബമായിരുന്നു വീട്ടില്. ചെറിയ വീടും, പത്രമാസികളൊന്നും ഉണ്ടായിരുന്നില്ല, പുസ്തകങ്ങളില്ല. എങ്കിലും ഈ എഴുതണമെന്നുള്ളൊരു ത്വര, ഒരു വല്ലാത്തൊരു അനുഭൂതി ഉണ്ടായിട്ട് ഞാൻ ആയിടക്ക് തന്നെ എനിക്ക് തോന്നുന്ന ഈ തോന്നിയാക്ഷരങ്ങള് കുത്തിക്കുറിച്ച് വെക്കുമായിരുന്നു. അങ്ങനെ 5ാം ക്ലാസ്സിലായപ്പോ സ്നേഹസേന എന്ന ഒരു മാസിക അക്കാലത്തുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്ന എനിക്കറിയില്ല. ഈ കോൺവെന്റ് സ്കൂളുകളിലെല്ലാം കുട്ടികൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്ന് ഇറങ്ങിയിരുന്ന ഒരു മാസികയാണ്. ആ മാസിക ഞാൻ സ്ഥിരം വായിക്കുമായിരുന്നു. അതിൽ കവിതകളും കഥകളും, കുട്ടികൾ എഴുതുന്ന കഥകളും കവിതകളൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പോ അതിലൊരു പ്രാവശ്യം ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് കവിതാ മത്സരം ഒരു അറിയിപ്പ് വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു കവിത സ്നേഹസേന മാസികയിലോട്ട് അയക്കുകയാണ്, മത്സരത്തിന് അയക്കുകയാണ്. അതിലെ സംസ്ഥാന തലത്തിൽ തന്നെ 1ാം സമ്മാനം കിട്ടി. അതാണ് ആദ്യത്തെ ഒരു അവാർഡ്, ഒരു പുരസ്കാരം എന്ന് പറയത്തക്ക രീതിയിൽ കിട്ടി. അന്ന് അവിടെ സ്കൂളിലും അത് വലിയൊരു ആഘോഷമായിട്ടെടുത്ത്, അന്ന് രാവിലെ അസംബ്ലിയിൽ പ്രയർ നടക്കുന്ന സമയത്ത് അവിടുത്തെ HM എന്നെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. ഇതൊക്കെ ഒരു വല്ലാത്ത പ്രോത്സാഹനമായി. മാത്രമല്ല, ഈ കവിത എഴുതുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ക്ലാസ് ടീച്ചറും അവിടെ ഉള്ള ഒരു കാതറിയൻ ടീച്ചറെല്ലാം, അവരും കവിത എഴുതുന്ന ടീച്ചറായിരുന്നു. ടീച്ചർ ഇപ്പോഴും ഉണ്ട്. ടീച്ചറെല്ലാം വളരെ നന്നായി പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഇങ്ങനെ എഴുതണം എന്നെല്ലാം പറഞ്ഞ്, പിന്നെ ആ ഇടയ്ക്ക് തന്നെ കയ്യെഴുത്ത് മാസിക പോലുള്ള ഇതെല്ലാം തുടങ്ങി. അങ്ങനെ ആ കാലത്ത് തന്നെയാണ് ഞാൻ ഒരു ലൈബ്രറിയിൽ, ഞങ്ങളുടെ ഒരു ഗ്രാമീണ ലൈബ്രറിയിൽ, പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ലൈബ്രറിയിൽ ഞാൻ പോയി ചേരുന്നത്, പുസ്തകം വായിക്കാൻ വേണ്ടി ചേരുന്നത്. അപ്പൊ കൂടുതലും എല്ലാ കൃതികളും വായിക്കുമായിരുന്നു. അന്ന് നമുക്കറിയാം, ഈ കോട്ടയം പുഷ്പനാഥെല്ലാം സജീവമായി നിൽക്കുന്ന ഡിറ്റക്റ്റീവ് നോവലുകളും, അതുപോലെ തന്നെ ദുർഗപ്രസ് ഖത്രിയുടെ ഡിറ്റക്റ്റീവ് നോവലുകള്, പിന്നെ നമ്മുടെ മുട്ടത്തുറക്കിയുടെ നോവലുകള്, അങ്ങനെ ഇതെല്ലാം വായിക്കും. പിന്നെ വിവർത്തനങ്ങള്, ഇഷ്ടംപോലെ വിവർത്തനങ്ങൾ വായിക്കാൻ പറ്റി. ഈ ആനി തയ്യൽ പോലുള്ളവരുടെ വിവർത്തന കൃതികൾ വായിക്കാൻ പറ്റി. പിന്നെ വൈലോപ്പിള്ളി, കുമാരനാശാൻ തുടങ്ങി ഒട്ടനവധി കവികളുടെ കവിതാ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റി. അപ്പൊ വായനയുടെ പുതിയ ലോകത്ത് തന്നെ അക്കാലത്ത് എത്താൻ പറ്റി. അതിൻ്റെ ഒപ്പം തന്നെ എഴുതാനുള്ള ത്വരയുണ്ടായി, സജീവമായും എഴുതാൻ കഴിഞ്ഞു. ആ എഴുത്ത് പല അക്കാലത്ത് ഉള്ള കയ്യെഴുത്ത് മാസികകളിലും എല്ലാം വരുമായിരുന്നു. മാത്രമല്ല, അക്കാലത്ത് തന്നെ ഇപ്പൊ ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് കവിതകള് ഈ കുഞ്ഞുണ്ണി മാഷ്ക്ക് അയച്ചു കൊടുക്കുമായിരുന്നു.
ഈ കുഞ്ഞുണ്ണി മാഷ് അത് മാതൃഭൂമിയുടെ ബാലഭക്തിയിൽ പ്രസിദ്ധീകരിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ. അപ്പൊ മൊത്തത്തിൽ ആ കവിത ഒരു അവസ്ഥയിലോട്ട് അക്കാലത്ത് തന്നെ വരുവാൻ കഴിഞ്ഞു. അതിൻ്റെ ഒപ്പം പഠിപ്പിക്കുന്ന അധ്യാപകർ ഭയങ്കരമായിട്ട് അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു കാലമായിരുന്നു. ആ ഇടക്ക് ഈ ഞങ്ങളുടെ പള്ളി അടുത്താണ്. ഈ പള്ളിയുടെ ഒരു സാഹിത്യ അരങ്ങൊക്കെ ഉണ്ടായി. മെയ് മാസ കലോത്സവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. വെക്കേഷൻ നാളുകളിലെല്ലാം വരും. അത് പള്ളിപ്പുറം, ഗോതിരത്ത്, നമ്മുടെ കോട്ടപ്പുറത്തിന്റെ അടുത്തുള്ള ഗ്രാമങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അന്ന് ഇതുപോലെ പാലമൊന്നുമില്ലെങ്കിലും ഞാൻ ഈ വഞ്ചിക്കെല്ലാം ഈ സാഹിത്യ പരിപാടികൾ നടക്കുന്ന ഇടങ്ങളിൽ പോകും. അവിടെ അക്കാലത്ത് നമ്മളെ പ്രോത്സാഹിപ്പിച്ച ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട്. നമുക്കറിയാം, വളരെ പ്രശസ്തനായ സിപ്പി പള്ളിപ്പുറം സാറ്. അപ്പൊ അവരൊക്കെ അന്ന് കാലത്ത് എഴുതാൻ, പിന്നെ ടാറ്റാപ്പുര സുകുമാരൻ സാറ്, അങ്ങനെ ഈ പൂയപ്പള്ളി തങ്കപ്പ മാഷ്, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഒന്ന് എഴുത്തിലോട്ട് വരുവാനും എല്ലാം വളരെ നന്നായി പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഈ അക്കാലത്ത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്താണ് മഞ്ഞുകാലം എന്ന് പറയുന്ന ഒരു കവിത എഴുതുന്നത്. അത് മഞ്ഞുകാലത്ത് അപ്പൊ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു കാലം എന്ന് പറയുന്നത് മഞ്ഞുകാലമാണ്. മഴക്കാലമൊക്കെ ഇഷ്ടമാണ്. മഞ്ഞുകാലം വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമായിട്ട്, ഒരു അനുഭൂതിയായിട്ട് മനസ്സിൽ അക്കാലത്ത് തന്നെ സൂക്ഷിക്കുമായിരുന്നു. മഞ്ഞുകാലം എന്ന് പറഞ്ഞ കവിത എഴുതി. അത് വളരെ പ്രാധാന്യത്തോടു കൂടി മാതൃഭൂമി അക്കാലത്ത് എനിക്കൊരു 15 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ പ്രസിദ്ധീകരിക്കുകയെല്ലാം ചെയ്തു. അത് വലിയൊരു പ്രോത്സാഹനം, എഴുത്തിലോട്ട് ഇങ്ങനെ നിൽക്കാനും എഴുത്തിലോട്ട് വരാനുള്ള വലിയ പ്രോത്സാഹനമായി എന്നുള്ളതാണ്. അങ്ങനെ ലിറ്റിൽ മാഗസിനുകള്, മറ്റന്ന് ഉള്ള മറ്റു മാസികളിലൊക്കെ ഇങ്ങനെ എഴുതുമായിരുന്നു. അക്കാലത്ത് തന്നെയാണ് ഈ കൊടുങ്ങല്ലൂരിൽ ജനകീയ സാംസ്കാരിക വേദി എന്ന് പറഞ്ഞ CPI-MLന്റെ ഒരു സാംസ്കാരിക സംഘടനയായിരുന്നു ജനകീയ സാംസ്കാരിക വേദി. ഈ ജനകീയ സാംസ്കാരിക വേദിയുടെ സജീവമായ ഒരു പ്രവർത്തന മേഖലയായിരുന്നത്. അതുകൊണ്ട് തന്നെ അതില് അവരുടെ സ്ഥിരം കവിയരങ്ങുകള്, തെരുവ് നാടകങ്ങള്, അങ്ങനെ ഒരുപാട് അതിൽ കാണാനും പങ്കെടുക്കാനും എല്ലാം കഴിയെല്ലാം ചെയ്തു. ആ ഇടക്ക് ഈ ഇവരുടെ ഈ ജനകീയ സാംസ്കാരിക വേദിയുടെ പ്രേരണ എന്ന ഒരു മാസിക തൃശ്ശൂര് വാഞ്ചി ലോഡ്ജ് എന്ന് പറഞ്ഞ അതിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. അപ്പൊ ഞാൻ അതിലേക്ക് ഒരു കവിത അയച്ചു. മഹാബീർ എന്നാണ് ആ കവിതയുടെ പേര്. ആ കവിതയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, ഞാൻ വായിച്ചൊരു പത്രവാർത്ത മനസ്സിൽ തട്ടുകയും പിന്നീട് അതൊരു കവിതയായിട്ട് വരികയും ചെയ്തതാണ്. അതിതാണ്, ഒരു റിക്ഷ വലിക്കുന്ന ഒരു കവിയാണ് മഹാബീർ. ബംഗാളിലാണ്, റിക്ഷക്കാരനാണ്. ആൾക്കാരെല്ലാം കയറ്റിയിരുത്തി റിക്ഷ വലിക്കുന്ന ഒരാള്, അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാള്. ഒരു ദിവസം അദ്ദേഹം നമ്മുടെ ടാഗോറിന്റെ ശാന്തിനികേതനിലെ പുള്ളി മരിച്ചു കിടക്കണം, തെരുവിൽ മരിച്ചു കിടക്കണം, ഒരു ആക്സിഡന്റിൽ മരിച്ചു കിടക്കണം. ഇത് വായിച്ചപ്പോൾ ഒരു വേദന ഉണ്ടാകുകയും ഞാൻ ഈ മഹാബീർ എന്ന് പറഞ്ഞ കവിത എഴുതുകയും അത് പ്രേരണയിലോട്ട് അയക്കുകയും അത് പ്രസിദ്ധീകരിച്ചിരിഞ്ഞത്. ഈ പ്രസിദ്ധീകരിച്ച് ഈ പ്രേരണ വന്നതിൽ ഈ കവിത പ്രസിദ്ധീകരിച്ച് വന്നപ്പോ തൊട്ടടുത്ത് തന്നെ കവി അയ്യപ്പന്റെ കവിതയും അടുത്തടുത്ത പേജുകളിലാണ് വന്നത്. അതെനിക്ക് വലിയ, അപ്പൊ ഞാനന്ന് ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെയും അയ്യപ്പനോടോ എൻ്റെ കവിതകളൊക്കെ വായിച്ചവരോട് വലിയ ഇഷ്ടമായി നടക്കുന്നൊരു കാലമാണ്. ആ ഇടയ്ക്ക് തന്നെ സച്ചിദാനന്ദ മാഷെ പരിചയപ്പെടുകയും സച്ചിദാനന്ദ മാഷ ഇരിങ്ങാലക്കുടയിലുള്ള ബോധി എന്ന അദ്ദേഹത്തിന്റെ വീട്ടില് സ്ഥിര സന്ദർശനം എന്നുള്ള രീതിയിൽ, അപ്പൊ ഞാൻ എഴുതുന്ന കവിതകൾ കാണിക്കാൻ വേണ്ടി, അന്ന് അദ്ദേഹം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ അധ്യാപകനാണ്. അപ്പൊ ഞാൻ അദ്ദേഹം കോളേജിൽ നിന്ന് വരുന്ന സമയം നോക്കി ഈ കവിതകളായിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ചെല്ലും. അദ്ദേഹം കവിതകൾ തിരുത്തി തരുമായിരുന്നു. എനിക്ക് ഞാൻ എഴുതിയ കവിതകൾ തിരുത്തി തരുമായിരുന്നു. ഒരു 15-16 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം അത് എനിക്ക് തരുമായിരുന്നു. അപ്പൊ ഈ മഹാവീറിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, പ്രേരണയിൽ വന്നത്. ഈ കവിത എൻ്റെ ഈ മഹാവീർ എന്ന് പറഞ്ഞ കവിത വായിച്ചിട്ട് തൊട്ടടുത്ത് തന്നെ അയ്യപ്പന്റെ കവിതയുണ്ട്. എനിക്കൊരു ദിവസം ഒരു കത്ത് വരുന്നു, ഒരു കാർഡില് അയ്യപ്പന്റെ കത്താണ്. കവിത വായിച്ചു, വളരെ ഇഷ്ടപ്പെട്ടു. സെബാസ്റ്റ്യനെ എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞുകൊണ്ടാണ് ആ കത്ത്. എനിക്ക് വളരെ സന്തോഷവും അത്ഭുതവും ഒക്കെ, വിസ്മയമായി. കാരണം അയ്യപ്പനെ പോലുള്ള ഒരു വലിയ കവി എനിക്കിത് കത്തയച്ചത് എനിക്ക് വലിയ കവിത ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എന്നോട് പുള്ളി, അന്ന് ഈ വീട്ടിൽ ഫോണൊന്നുമില്ല, നമുക്കറിയാലോ ഈ ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണുകളൊന്നും ഒട്ടുമില്ലാത്ത കാലം, ലാൻഡ് ഫോണും വീട്ടിലുണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളി കത്തെഴുതിയിട്ട് എന്നോട് പറഞ്ഞ്,
സെബാസ്റ്റ്യൻ ജോസഫ് എറണാകുളത്ത് വരണം, ഞാൻ മഹാരാജാസ് കോളേജിന്റെ മെൻസ് ഹോസ്റ്റലിൽ ഉണ്ട്, അവിടെ വെച്ച് നമുക്ക് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് ദൂരയാത്ര ഒന്നും ചെയ്തിട്ടില്ല. അന്ന് ഈ പറഞ്ഞത് പാലങ്ങളില്ല. അപ്പോ എറണാകുളത്ത് പോകാന്നെല്ലാം പറഞ്ഞാല് നമ്മളിപ്പോ ഡൽഹി പോണ പോലെയാണ്, അത്രക്കും ദൂരെയാണ്. എന്നിട്ടും ഞാൻ വീട്ടില് അപ്പന്റെ അമ്മയുടെ എല്ലാം അനുവാദം വാങ്ങിച്ചിട്ട് ഞാൻ എറണാകുളത്ത് അയ്യപ്പനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അന്ന് ബോട്ടിന് അക്കരെ ഇറങ്ങിയിട്ട് മൂത്തൂന്ന് എന്ന സ്ഥലത്ത് നിന്ന് പിന്നെ ബസ്സിന് പോകണം. അന്ന് ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സൊന്നും ഇല്ലാത്ത കാലമാണ്. അപ്പൊ ഞാനൊരു സമയത്ത് അവിടെ എത്തി. അപ്പൊ അന്ന് ഈ ഫോണൊന്നും ഇല്ലല്ലോ, നമ്മൾക്ക് ബന്ധപ്പെടാൻ ഫോണൊന്നുമില്ല. ഞാൻ മെൻസ് ഹോസ്റ്റലിൽ ചെന്ന് അന്വേഷിച്ച്, അന്ന് മഹാരാജാസ് കോളേജൊക്കെ എറണാകുളമൊക്കെ ആദ്യമായിട്ട് പോണേന്ന്. മെൻസ് ഹോസ്റ്റലിൽ ചെന്ന് അന്വേഷിച്ചപ്പോ അയ്യപ്പൻ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആകെ വിഷമിച്ച്. അപ്പോഴാണ് ഒരാൾ എന്നോട് പറഞ്ഞത്, ഷേണൈസ് തിയേറ്ററിന്റെ അടുത്ത് ഒരു ലോഡ്ജ് ഉണ്ട്, അവിടെ അയ്യപ്പൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അവിടേക്ക് ചെല്ലുന്നു പറഞ്ഞു. ഞാനൊരു കണക്കിന് നടന്നും, അന്ന് ഓട്ടോറിക്ഷ തന്നെ അപൂർവമാണ്, നടന്നെല്ലാം അവിടെ എത്തിയപ്പോ ഭാഗ്യത്തിന് അയ്യപ്പൻ അവിടെ ഉണ്ട്. ഒരു ചെറിയൊരു മുറിയിൽ അയ്യപ്പൻ താമസിക്കണം. അന്ന് പൂമൊട്ട് എന്ന് പറയുന്ന ഒരു മാസികയുടെ, കുട്ടികളുടെ മാസികയുടെ എഡിറ്ററാണ് അയ്യപ്പൻ. അപ്പൊ അവിടെ ഇരുന്ന് അയ്യപ്പൻ എന്നോട് പറഞ്ഞു, നീ ഇന്ന് പോണ്ട. എന്നോട് ചോദിച്ചൊക്കെ ആദ്യം കണ്ടപ്പോ തന്നെ എന്നോട് ചോദിച്ചു, നിന്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പൈസ എന്ന് വണ്ടി കാശ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു, പൈസ നമുക്ക് നീ നാളെ പോയാൽ മതി, പൈസ ഒപ്പിച്ച ഉള്ള പൈസ കൊടുക്കാൻ പറഞ്ഞ് ഞാൻ കൊടുത്ത്. അപ്പൊ ചാരായ ഷാപ്പിലോട്ട് എന്നെ കൊണ്ടുപോയി. അന്ന് അന്ന് ചാരായ ഷാപ്പുകളാണ്, ബാറുകളൊന്നും കാര്യമായിട്ടില്ല. ചാരായ ഷാപ്പിൽ കൊണ്ടുപോയി. അപ്പൊ എനിക്കന്ന് ഈ മുട്ട പുഴുങ്ങിയത് പുള്ളി വാങ്ങിച്ചു തന്ന്. ഞാനിത് എഴുതിയിട്ടുണ്ട്, അയ്യപ്പന്റെ സമ്പൂർണ്ണ, അയ്യപ്പൻ മരിച്ചപ്പയും മാതൃഭൂമി മരിച്ചപ്പത്തിലെ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അയ്യപ്പന്റെ സമ്പൂർണ്ണ കൃതികൾക്ക് അവതാരം എഴുതിയിട്ടുണ്ട്, അതിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അയ്യപ്പനായിട്ട് അന്ന് കൂടി പിറ്റേന്ന് ആണ് അയ്യപ്പൻ എവിടെ നിന്നോ ആരാണ്ടിൽ നിന്ന് പൈസക്ക് മേടിച്ചിട്ട് വണ്ടിക്കാശ് തന്ന് ഞാൻ നിങ്ങള് തിരിച്ചു പോരുന്നത്. അപ്പൊ ഒരുപാട് വഴക്കെല്ലാം വീട്ടിൽ നിന്ന് കേട്ട്. അങ്ങനെ ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരാം. അപ്പൊ വീട്ടിലോട്ട് അറിയിക്കാനും പറ്റിയില്ല, അന്ന് വരൂല, അന്ന് ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ട് അറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വന്നു. അപ്പൊ അന്ന് അക്കാലത്ത് തന്നെ അയ്യപ്പനും ബാലചന്ദ്രൻ ചുള്ളിക്കാടും സച്ചിദാനന്ദ മാഷും പോലുള്ള ആൾക്കാരായിട്ട് ഇങ്ങനെ ബന്ധപ്പെടാൻ കഴിഞ്ഞു. പിന്നെ ആ ഇടക്ക് ഈ സ്ഥിരം കവിതാ ക്യാമ്പുകളൊക്കെ എവിടെയുണ്ടോ അവിടെ എല്ലാം അങ്ങനെ അഴിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സമാന്തരമായ ഒരു കാര്യം നടക്കുന്നുണ്ട്, വായന നടക്കുന്നുണ്ട്, കവിത എഴുത്ത് നടക്കുന്നുണ്ട്. കവിത എഴുത്ത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലിറ്റിൽ മാഗസിനുകള്, കയ്യെഴുത്ത് മാസികകള്, പിന്നെ മാതൃഭൂമിയുടെ തന്നെ ബാലമക്തി, അങ്ങനെ പലതിലും, പിന്നെ ഈ പ്രേരണ പോലുള്ള അതിലെല്ലാം അങ്ങനെ എഴുതുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കവിയരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ഇടക്കാണ് ഇവിടെ ഈ കടമനിട്ട രാമകൃഷ്ണൻ ഇവിടെ നമ്മുടെ കൊടുങ്ങല്ലൂര് ഒരു കവി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അന്ന് സച്ചിദാനന്ദ മാഷുണ്ട്, കടമനിട്ട രാമകൃഷ്ണനുണ്ട്, കെ ജി ശങ്കരപിള്ള സാറുണ്ട്, ബാലേന്ദ്രനുണ്ട്. അവരുടെ കൂടെ അന്ന് ഒരു കവിത വായിക്കാൻ എനിക്ക് അവസരം കിട്ടി. അപ്പൊ കവിത വായിച്ചപ്പോ അന്ന് ആദ്യമായിട്ടാണ് ഒരു വലിയ കവിയരങ്ങിലൊക്കെ പങ്കെടുക്കണം, വലിയ കവികളുടെ. അപ്പൊ അന്ന് ഈ എന്നോട് കടമനിട്ട രാമകൃഷ്ണനാണ് പറഞ്ഞു തന്നെ, നീ ഇങ്ങനെ വായിച്ചത് ഇങ്ങനെയല്ല, ഇങ്ങനെ നിർത്തി റിപ്പീറ്റ് ചെയ്തൊക്കെ വായിക്കണം എന്ന് പുള്ളി പറഞ്ഞത്. അതായത് ഇങ്ങനെ രണ്ടുപേര് ചൊല്ലിക്കഴിഞ്ഞിട്ട് അതൊന്നും കൂടി ആവർത്തിച്ചൊന്നല്ല, അത് ഓഡിയൻസിന് മനസ്സിലാവുള്ളൂ, കേൾവിക്കാരിക്കും നന്നായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യണം എന്നെല്ലാം നിർദ്ദേശമൊക്കെ തന്ന്. പിന്നെ അതുപോലെ തന്നെ അക്കാലത്ത് ഒരുപാട് നല്ല നാടകങ്ങളും എല്ലാം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വളരെ പ്രചോദനകരമായ നാടകങ്ങൾ, പ്രത്യേകിച്ച് മാക്സിം ഗോർക്കിയുടെ അമ്മ, ഇന്നും മധുമാഷ് ഈ അമ്മ നാടകം കളിക്കുന്നു. KJB ഇവിടെ നാടുഗതിക എന്ന് പറയുന്ന നാടകം ഈ തെരുവ് നാടകമായിട്ട് കളിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരു പുരോഗമനപരമായ ഇഷ്ടംപോലെ നാടകങ്ങൾ. അത് കൂടാതെ അക്കാലത്ത് ഇവിടെ കൊടുങ്ങല്ലൂർ ഒരു ഫിലിം സൊസൈറ്റി ഉണ്ട്. അതും എല്ലാവരും ഈ ജനീയ സാംസ്കാരിക വേദിയിലുള്ള ആൾക്കാരും CPI ML അനുഭാവികളായിട്ടുള്ള ആൾക്കാരാണ് അന്ന് ഈ ഫിലിം സൊസൈറ്റി എല്ലാം നടത്തിയിരുന്നത്. അതുകൊണ്ട് അവർ ക്ലാസ് സിനിമകളെന്ന് കൊണ്ടുവരുമായിരുന്നു. ഈ ഫിലിം സൊസൈറ്റികൾ കൊണ്ടുവരുന്ന സിനിമകളും അക്കാലത്ത് നല്ല വേൾഡ് ക്ലാസിക് സിനിമകൾ തന്നെ അക്കാലത്ത്. ഞാൻ ഓർക്കണത് മദർ പാഞ്ചാലിയൊക്കെ കാണുന്നത് അക്കാലത്താണ്. അതുപോലെ തന്നെ ഒരുപാട് ഈ കിം കുടുക്കിന്റെ സിനിമകൾ, അതുപോലെ തന്നെ റേയുടെ, മൃണാൾ സെന്റെ, പിന്നെ നമ്മുടെ തന്നെ അരവിന്ദൻ, ജോൺ അബ്രഹാം,
അങ്ങനെ ആ ഇടയ്ക്ക് തന്നെ ജോൺ അബ്രഹാമായിട്ട് പരിചയപ്പെടാറുണ്ട്. ജോൺ അബ്രഹാമായിട്ട് വലിയ ബന്ധമായി. അങ്ങനെ ഒരു സാംസ്കാരിക രംഗത്ത് തന്നെയുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെടാനും അവരോടൊപ്പം കവി സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനും എല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ 1985 ആണ് എൻ്റെ ആദ്യ കവിതാ സമാഹാരം വരുന്നത്. അത് അന്ന് പന്തളത്ത് പുസ്തക പ്രസാധക സംഘം എന്ന് പറഞ്ഞ, അതായത് നമ്മളുടെ ഇപ്പോൾ നടൻ നമ്മുടെ ജോയ് മാത്യു, ജോൺ അബ്രഹാം, അയ്യപ്പൻ, പി സി ജോസി ഈ നാട്ടുകാരനാണ്, കൊടുങ്ങല്ലൂർക്കാരൻ്റെ സുഹൃത്തുമാണ്. അദ്ദേഹമാണ് അക്കാലത്ത് CPI-MLന്റെ ഒരു അവരുടെ മുഖപത്രമായ കോംബ്രേഡിന്റെ എഡിറ്ററായിരുന്നു ജോസി. അതിൽ നിന്ന് പോന്നതിന് ശേഷമാണ് ഒരു പുസ്തക പ്രസാധക സംഘം തുടങ്ങുന്നത്. ഇപ്പൊ അത് സജീവമായിട്ട് കോഴിക്കോടുണ്ട്. അന്ന് പന്തളത്തു നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. അങ്ങനെ പന്തളത്ത് നിന്ന് തുടങ്ങുമ്പോൾ ഒരുപാട് നല്ല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്നോട് ജോസി നിർദ്ദേശിക്കുകയാണ്, സെബാസ്റ്റ്യന്റെ കവിതകൾ നമ്മൾക്ക് പുസ്തകമാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഈ പുറപ്പാട് എന്ന് പറഞ്ഞ കവിതാ സമാഹാരം ആദ്യമായിട്ട് വരുന്നത്. അത് വരുന്നതിന് ഒരു കഥയുണ്ട്. അത് ഈ കവിതകൾ എഴുതിയിട്ട്, അക്കാലത്ത് ഞാൻ കവിതകൾ എഴുതിയിരുന്നത്, കവിതകൾ പ്രസിദ്ധീകരിച്ച് വന്നിരുന്നത് സെബാസ്റ്റ്യൻ കളത്തിൽ, സെബാസ്റ്റ്യൻ കോട്ടപ്പുറം, സെബാസ്റ്റ്യൻ കൊടുങ്ങല്ലൂർ എന്നൊക്കെയുള്ള പേരുകളിലാണ് കവിതകൾ പ്രസിദ്ധീകരിച്ച് വന്നത്. പക്ഷേ ഈ മഞ്ഞുകാലം എന്ന് പറയുന്ന കവിത മാതൃഭൂമിയിൽ ഒരു 15 വയസ്സുള്ളപ്പോൾ വന്ന, അത് സെബാസ്റ്റ്യന് മാത്രമായിരുന്നു. അങ്ങനെ പല പേരുകളിൽ, അത് ഒരു പേരിൽ തന്നെ എഴുതണമെന്നുള്ള ഒരു ബോധമൊന്നും ആരും നമുക്ക് പറഞ്ഞു തന്നിരുന്നില്ല, അതിനെക്കുറിച്ച് അറിഞ്ഞൂടായിരുന്നു. പക്ഷേ സച്ചിദാനന്ദ മാഷാണ് എന്നോട് പറയുന്നത്, ഇനി ഇങ്ങനെ പല പേരുകളിൽ എഴുതരുത്, സെബാസ്റ്റ്യന് വാലൊന്നും വേണ്ട, സെബാസ്റ്റ്യന് മാത്രം മതി. ഇപ്പൊ പുസ്തകത്തിൽ നമ്മൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം. പുറപ്പാട് പുതിയ പുസ്തകത്തിന്റെ പേര്, ആ പേരിട്ടതും സച്ചാൻ സാറാണ് അതിന് അവതാരി. 1984 അവതാരി എഴുതി തന്ന് അയ്യപ്പന്റെ ഒരു കുറിപ്പ് ആ പുസ്തകത്തിന്റെ പിന്നിലുണ്ട്. ആദ്യ ചുംബനം എന്ന് പറഞ്ഞൊരു കുറിപ്പും അതിലുണ്ട്. അങ്ങനെയാണ് പന്തളം പുസ്തക പ്രസാധ സംഘമാണ് ആദ്യമായിട്ട് കവിതാ സമാഹാരം ഇറക്കുന്നത്. ഈ കവിതാ സമാഹാരം പുറത്തു വന്നപ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കവർ ചിത്രമൊക്കെ ആയിട്ടാണ് ആ പുസ്തകം. ഈ പുറപ്പാട് പുറത്തു വന്നപ്പോൾ അതിൻ്റെ വലിയൊരു അതിൻ്റെ പ്രചരണത്തിൽ ഒരുപാട് ആൾക്കാർ പുസ്തകം വായിച്ചിട്ട് കത്തുകൾ എനിക്ക് എഴുതുമായിരുന്നു. ഇഷ്ടം പോലെ ആൾക്കാരുടെ കത്തുകൾ അങ്ങനെ കിട്ടി. അതിക്ക് മുൻപ് തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സച്ചിദാനന്ദ സാറിനൊക്കെ പരിചയപ്പെടുന്ന കാലത്ത് തന്നെ വായനയെ കൂടി ഗുരു നിത്യചൈതന്യയുടെ യാത്രയൊക്കെ പ്രസിദ്ധീകരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളൊക്കെ എല്ലാം പ്രസിദ്ധീകരിച്ചു വന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തോടുള്ള വളരെ പ്രിയം കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് കത്തുകൾ എഴുതുമായിരുന്നു. അപ്പൊ അദ്ദേഹം എനിക്കും കത്തുകൾ എഴുതുമായിരുന്നു. അപ്പോ ഞാൻ ഈ പുറപ്പാട് പുസ്തകം ഇറങ്ങുന്ന വിവരമൊക്കെ അദ്ദേഹത്തിനോട് കത്തിൽ എഴുതുകയും, അദ്ദേഹത്തിന് ഈ പുറപ്പാട് ഇറങ്ങിയപ്പോൾ അന്ന് ഊട്ടിയിലെ ഫേൻഗില്ലിലെ നാരായണഗുരുവിന്റെ ആശ്രമത്തിലാണ്, ഗുരുകുലം ആശ്രമത്തിലാണെന്ന് ഗുരു നിത്യചൈതന്യ എഴുതി. ഞാൻ അദ്ദേഹത്തിന് പുസ്തകം അയച്ചു കൊടുത്തു. അപ്പൊ പുസ്തകം അയച്ച് കൊടുത്തതിന് ശേഷം അദ്ദേഹം എനിക്കൊരു കത്തെഴുതി. കത്തുകൾ ഇഷ്ടം പോലെ, ഞാനിപ്പോഴും കത്തുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കത്തുകൾ. ഈ കത്തിൽ അദ്ദേഹം എഴുതിയൊരു കാര്യം എനിക്കുണ്ടായൊരു വലിയ പ്രചോദനമായിരുന്നു. അന്ന് ഗുരു നിത്യചൈതന്യതയെ കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം അത്രക്ക് എന്താ പറയാ, അത്രക്ക് ജീനിയസായ, അത്രക്ക് ആഴത്തിൽ കവിത്വം എല്ലാമുള്ള, ഇത്രക്ക് പ്രശസ്തനായ, ഇത്രക്ക് ആഴത്തിലുള്ള മൂല്യവത്തായ ഒരു വ്യക്തി അതിനുശേഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. അത്രക്ക് ഉന്നതനായ ആളായിരുന്നു അദ്ദേഹം. എനിക്ക് കത്തെഴുതിയ ഒരു പ്രധാന, ഈ പുറപ്പാട് വായിച്ചിട്ട് എഴുതിയ കത്ത് എനിക്കുണ്ടായ ഒരു വലിയ പ്രോത്സാഹനം. കാരണം ശരിക്കും ഈ കവിതയിൽ നിലനിൽക്കാൻ, കവിത ഒരു നിധിയാണെന്നും അത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണെന്നും, അതെല്ലാ കലകളും അങ്ങനെ തന്നെയാണ്, എല്ലാ കലകളും അങ്ങനെ തന്നെയാണെന്ന് നമുക്കറിയാം. അതൊരു നിധി തന്നെയാണ്. അത് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് നമ്മളെ സ്വയം നമ്മൾ നവീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ബോധം കിട്ടിയത് ഈ ഗുരു. കുറെ പ്രഗത്ഭരായ ആൾക്കാരെല്ലാം ആയിട്ട് ബന്ധമുണ്ടായിരുന്നെങ്കിലും അന്ന് നിരന്തരം ഈ അയ്യപ്പന്റെയും
ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെയും ജോൺ എബ്രഹാമിന്റെയും സച്ചാനന്ദ മാഷൊക്കെ കൂടിയുള്ള നടപ്പൊക്കെയാണ്. എങ്കിലും ഗുരുനിത്യതിന്റെ കത്ത് ഞാൻ ഇന്നത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്: സെബാസ്റ്റ്യൻ വാക്കുകളെ മെരുക്കി കുതിരയാക്കിയിരിക്കുന്നു. എത്ര ഇണക്കത്തോടെയാണ് അതിന്റെ ജീനികളിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നത്. അകന്നകന്ന് പോകുന്ന ഇന്നലെകൾ, അടുത്തടുത്ത് വരുന്ന നാളെകൾ, ഇതെല്ലാം സൃഷ്ടിക്കാൻ യുഗോയ്ക്ക് കഴിയുമായിരുന്നു. യുഗോ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് വിക്ടർ യുഗോ. യുഗോയ്ക്ക് കഴിയുമായിരുന്നു. ഒരിക്കൽ സെബാസ്റ്റ്യനും അതിന് കഴിയണം. അതിനായി അന്വേഷണത്തിന്റെ വ്യാപ്തി കൂട്ടണം, വായനയുടെ ആഴങ്ങളിലേക്ക് പോകണം, മനുഷ്യനെ സ്നേഹിക്കൂ, പ്രകൃതിയെ സ്നേഹിക്കൂ. ഇതാണ് അദ്ദേഹത്തിന്റെ ആ വരികൾ. ഇത് ഇന്ന് ഞാൻ ആ കത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് വലിയൊരു പ്രചോദനമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ നിരന്തരം പിന്നീട് ഈ ഫെൻഗിലെല്ലാം ഞാൻ പോക്കായി ഗുരുനിത്യതയുടെ കൂടെ താമസമായി. അങ്ങനെ അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം ഇങ്ങനെ ഈ തുടക്കത്തിലെ ബാല്യത്തിലും കൗമാരത്തിലും ഈ യുവാവായി വരുന്ന കാലത്തും ഇങ്ങനെ ഒരുപാട് വലിയ വ്യക്തികളായി, മഹാന്മാരായ വ്യക്തികളായി ബന്ധപ്പെടാൻ കഴിഞ്ഞത് കവിതാ ജീവിതത്തിൽ ഇങ്ങനെ മുന്നേറാനുള്ള വലിയൊരു പ്രചോദനം തന്നെയായെന്ന് പറയാം. ഈ അയ്യപ്പൻ ആദ്യ ചുംബനം എന്ന് പറയുന്ന കുറിപ്പില്, പുറപ്പാടിന്റെ പിന്നിൽ എഴുതിയേക്കുന്ന കുറിപ്പിൽ എഴുതിയൊരു പാരഗ്രാഫ് ഉണ്ട്. അതിങ്ങനെയാണ്: വെയിലിൽ വിപുലമല്ലാത്ത മഹാവൃക്ഷത്തിന്റെ ചുവട് ഞാൻ ആശംസിക്കുന്നു. ഏറ്റവും വലിയ കവിയുടെ കൈവിരലുകൾ കടിച്ചു മുറിക്കാൻ നിന്റെ ദ്രംഷ്ടകൾക്ക് ഞാൻ ഉറപ്പു തരുന്നു എന്നാണ് അയ്യപ്പൻ എഴുതിയത്. ഇങ്ങനെയുള്ള വാക്കുകൾ. ഇത് കൂടാതെ ഈ പുറപ്പാട് വായിച്ചിട്ട് ഒട്ടനവധി പേരുടെ കത്തുകൾ, ഇപ്പോ എൻ്റെ കയ്യിൽ ആ കത്തുകളെല്ലാം ഞാൻ സൂക്ഷിച്ചിട്ട് ഒരുപാട് കത്തുകളുണ്ട്. ഇപ്പോ അയ്യപ്പന്റെ തന്നെ ഒരു അയ്യപ്പൻ 2010 ഒക്ടോബറിലാണ് നമ്മളെ വിട്ടുപോകുന്നത്, മരിച്ചു പോകുന്നത്. ആ കാലത്തെ കത്തുകൾ, ഞാൻ 400ഓളം കത്തുകൾ, അയ്യപ്പന്റെ കത്തുകൾ ഉണ്ടായിരുന്ന മാതൃഭൂമിക്ക് കൊടുത്ത്, മാതൃഭൂമി ഇപ്പൊ പുസ്തകമാക്കിയിട്ടുണ്ട്. അയ്യപ്പന്റെ കത്തുകളുടെ 100 കത്തുകൾ തെരഞ്ഞെടുത്തിൽ പുസ്തകമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ കത്തുകളുടെ പ്രോത്സാഹനം ഭയങ്കരമാണ്. അതിൽ NN കക്കാട്, CH മേനോൻ, EMS, അങ്ങനെ പല പ്രഗത്ഭരായ ഈ സച്ചാനന്ദ മാഷും ബാലേന്ദ്രൻ ചുള്ളിക്കാട്, അയ്യപ്പനും മറ്റു കവികളും കൂടാതെ പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാരുടെ ഈ പ്രോത്സാഹനം ഞാൻ പുസ്തകമെല്ലാം വായിച്ചിട്ട് കിട്ടുകയും അങ്ങനെയാണ് കവിതാ വഴികളിൽ മുന്നേറാനുള്ള വലിയ ഒരു ഭാഗ്യം ലഭിച്ചത്. 2002 ഒരു 1985 ശേഷം പിന്നെ 2002 എൻ്റെ രണ്ടാമത്തെ കവിതാ സമാഹാരം കവിയുത്തരം പ്രസിദ്ധീകരിച്ചു വരുന്നത്. അത് ബാലേന്ദ്രൻ ചുള്ളിക്കാട്, വിജയലക്ഷ്മി ഇവരുടെ ഒരു അവതാരികയും എഴുതിയൊരു പുസ്തകമായിരുന്നത്. അത് ഇവിടെ കൊടുങ്ങല്ലൂർ കോവിലകത്ത് വെച്ച് ഒരു ദിവസത്തെ പരിപാടിയായിട്ടാണ്, വലിയ കേരളത്തിലെ ഒട്ടുമിക്ക കവികളും പങ്കെടുത്ത വലിയൊരു പരിപാടിയായിട്ടാണ് അതിന്റെ പ്രകാശന ചടങ്ങ് നടന്നത്. അതും ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തക പ്രസാദ സംഘം. അന്ന് സൈലൻസ് ബുക്സ്, ഓഷോ പുസ്തകങ്ങൾ ഇറക്കുന്ന സൈലൻസ് ബുക്സും കൂടി അദ്ദേഹം നടത്തുമായിരുന്നു. PC യോസി തന്നെയാണ് ഈ കവിയത്തിലോ എന്ന് പറഞ്ഞ പുസ്തകം ഇറക്കിയത്. അത് ഒരു ദിവസത്തെ വലിയ പരിപാടിയായിട്ട്, കവിതയ്ക്കൊരു ദിവസം എന്ന പേരിൽ ഒരു വലിയ പരിപാടിയായിട്ട് ഈ കൊടുങ്ങല്ലൂർ വെച്ച് നടത്തി, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ. അത് ഞാനിപ്പോൾ ഓർക്കേണ്ട D വിനേന്ദ്ര മാഷ്, ബാലചന്ദ്രൻ, അയ്യപ്പൻ, കുര്യപ്പുഴ ശ്രീകുമാർ തൊട്ട് എൻ്റെ സമകാലികരായ S ജോസഫ്, മനോജ് കുറൂർ തുടങ്ങിയ N ഉണ്ണികൃഷ്ണൻ, ഒരുപാട് കേരളം മുഴുവനുള്ള കവികൾ പങ്കെടുത്ത ഒരു ദിവസം വലിയ പരിപാടിയായിരുന്നു. അതിനുശേഷം വൈകുന്നേരം ഷബകാസമന്റെ ഗസൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ പരിപാടി കഴിയുന്നത്. ആ 2002 ഞാൻ അന്ന് KKTM കോളേജിൽ, ഇവിടെ കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ പേരിലുള്ള കോളേജിൽ, അപ്പൊ അന്ന് ഈ പുസ്തകത്തിന്റെ പ്രകാശനം നടന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ കോവിലകത്ത് വെച്ചായിരുന്നു. അതിന്റെ ഉമ്മറത്ത് വെച്ചായിരുന്നു ഈ പുസ്തകത്തിന്റെ പ്രകാശനം. പിന്നെ KKTM കോളേജിൽ, കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ പേരിലുള്ള ഗവൺമെന്റ് കോളേജിൽ ഒരു കവി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ മലയാള അധ്യാപികയായ VK സുബൈദ ടീച്ചറായിട്ട് അക്കാലത്ത് പരിചയപ്പെടുന്നു. ടീച്ചർ എനിക്ക് ആ പരിചയപ്പെട്ടതിന് ശേഷം കവിതകൾ പ്രസിദ്ധീകരിച്ച് വരുമ്പോൾ ഇങ്ങനെ ഓരോരോ കത്തുകൾ എഴുതുമായിരുന്നു.
ഇങ്ങനെ കവിത എൻ്റെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അതിൻ്റെ നന്മകൾ പറഞ്ഞുകൊണ്ടെല്ലാം എനിക്ക് ഇങ്ങനെ കത്തുകൾ എഴുതുമായിരുന്നു. അതും എനിക്ക് വലിയൊരു പ്രോത്സാഹനമായി. ഈ ടീച്ചറെ പരിചയപ്പെട്ടപ്പോൾ ഒരുപാട് നമ്മുടെ കവിതകളിലെ, നമ്മൾ എഴുതുന്ന കവിതകളിലെ കുഴപ്പങ്ങൾ, അതിലെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാൻ. അപ്പൊ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പൊ വലിയ കവികളായിട്ടുള്ള പല ആൾക്കാരും ആ കുഴപ്പങ്ങൾ നേരിട്ട് പറഞ്ഞു തന്നിരുന്നില്ല. ഈ കവിതകളിൽ വരുന്ന ആവർത്തനങ്ങള്, അതിൽ വരുന്ന പോരായ്മകള്, ഇത് അക്കാലത്ത് ഈ പ്രഗത്ഭരായ കവികളായിട്ട് അടുത്ത കൂട്ടുണ്ടായിരുന്നിട്ട് പോലും എനിക്കത് പറഞ്ഞു തന്നിട്ടില്ല. അതായത് NV കൃഷ്ണവാര്യരുടെ കവിത ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷ്ണുദാനൻ നമ്പൂരി സാറായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കവികളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. അയ്യപ്പ പണിക്കർ സാറായിട്ട് ഒക്കെ ബന്ധമുണ്ടായിരുന്നെങ്കിൽ അവർ നമ്മളുടെ ഇങ്ങനെ കവിതകളിലെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നില്ല. പക്ഷെ സുബൈദ ടീച്ചർ എൻ്റെ കവിതകളിലെ ആവർത്തനങ്ങൾ, കുഴപ്പങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് എന്നെ പരുവപ്പെടുത്തുന്നതിൽ ടീച്ചർ ഒരു വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല ടീച്ചർ തന്നെ, അതായത് ഈ തിരുത്താണ് എഴുത്തിന്റെ കരുത്ത് എന്നുള്ളൊരു വാക്യം പറഞ്ഞു തന്നുകൊണ്ട് തന്നെ ആ തിരുത്തണം, നമ്മൾ തിരുത്തിൽ കൂടിയാണ്, എഡിറ്റിംഗ് ആണ് ഏറ്റവും പ്രധാനം എന്നുള്ള രീതിയിൽ. അത് നമുക്കറിയാം, അയ്യപ്പനെ അതിൻ്റെ ഒരു രാജാവ് തന്നെയായിരുന്നു. കവിത എഡിറ്റ് ചെയ്യുന്നതിൽ വിദഗ്ധനായ ഒരാളായിരുന്നു. അപ്പൊ അത് പക്ഷെ അയ്യപ്പൻ എന്നോട് കവിത, എൻ്റെ സ്വന്തം കവിത ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് കീറിക്കള, ഇത് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കവിത ഒന്ന് പരുവപ്പെടുത്താൻ ഉള്ള കാര്യങ്ങളൊന്നും അധികം. പക്ഷെ സുബൈദ ടീച്ചറാണ് ശരിക്കും ഈ കവിതയുടെ ഈ ആ ഒരു കാമ്പിലോട്ട് ഒരു വ്യത്യസ്തം അല്പം കൂടി അത് ഒന്ന് പുതുക്കാൻ, ഒന്ന് മോഡിഫൈ ചെയ്യാനെല്ലാം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതും ചൂണ്ടിക്കാണിക്കുന്നതും ഈ സുബൈദ ടീച്ചറാണ് എന്ന് പറയാം. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്ന് പറയട്ടെ, ഈ അയ്യപ്പനായിട്ടുള്ള ബന്ധം. അയ്യപ്പൻ എന്ന കാലത്ത് സ്ഥിരം വീട്ടിൽ വന്നിരുന്ന ഒരാളാണ്. അപ്പൊ അയ്യപ്പൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, അയ്യപ്പനെ കുറിച്ചുള്ള ഒരു പേര് അത് ദുഷ്പേരാണ്. അയ്യപ്പൻ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്ത ഒരാളാണ്, മദ്യപനാണ്, മുഴുവൻ സമയം മദ്യം കഴിച്ച് നടക്കുന്ന ആളാണെന്നൊക്കെ ഉള്ളൊരു പേരുണ്ടല്ലോ. പക്ഷേ അയ്യപ്പൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഒരിക്കലും മദ്യം കഴിച്ചിട്ട് വന്നിട്ടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം മദ്യം കഴിച്ച് വീട്ടിൽ വരരുത്. അന്ന് കല്യാണം കഴിക്കാൻ 2 സഹോദരിമാര് വീട്ടിലുണ്ട്. ഞങ്ങള് എല്ലാവരും ഒരു കൂട്ടായിട്ടൊക്കെ താമസിക്കുന്നു, അപ്പനും അമ്മയുണ്ട്. അപ്പൊ അയ്യപ്പനത് വളരെ ശ്രദ്ധിച്ചാണ് അയ്യപ്പൻ. പക്ഷെ അയ്യപ്പന് ഒരുപാട് പ്രത്യേകത. ഇപ്പൊ എന്നെ മാറ്റാൻ, എൻ്റെ വായനനെ മാറ്റാൻ വളരെ ശ്രേഷ്ഠമായ പുസ്തകങ്ങൾ അയ്യപ്പൻ എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ആരോഗ്യ നികേതനം, യയാതി, അതുപോലെ തന്നെ ഒളപ്പമണ്ണയുടെ കവിതകൾ, വൈലോപ്പിള്ളിയുടെ അങ്ങനെ ഈ ഒരു കണ്ണീർപ്പാടം പോലുള്ള കവിതകൾ വായിച്ചിരിക്കണം, ആശാന വായിച്ചിരിക്കണം എന്നെല്ലാം എന്നെ നിർദ്ദേശിക്കണ അയ്യപ്പനാണ്. അത് മാത്രമല്ല, ഈ 80കളിലൊക്കെ നമുക്കന്ന് കാസറ്റ് ഉണ്ട്. ഈ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ കാസറ്റ് കൊണ്ടുവരും, ടേപ്പ് റെക്കോർഡൊക്കെ ആയിട്ട്. അപ്പൊ അന്ന് എല്ലാ വീടുകളിലും ടേപ്പ് റെക്കോർഡൊക്കെ ഉണ്ട്. കാസറ്റ് ആണെന്ന്, CD ഒന്നും ഇല്ലല്ലോ. അയ്യപ്പനാണ് എനിക്ക് മെഗദി ഗസലിന്റെ ഗസലുകൾ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് തരുന്നത്. ഗസൽ തീർച്ചയായിട്ടും കേട്ടിരിക്കണം എന്ന് പറഞ്ഞ് തരുന്നത്. പിന്നെ എന്നെ അയ്യപ്പൻ വേറെ രീതിയിൽ നമ്മുടെ വായനയെ, ഈ വായന പുസ്തകങ്ങൾ പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ പുസ്തകത്തിനെ തിരിച്ചു പിടിക്കും, മടക്കി പിടിക്കും. പിന്നെ വായനയുടെ അടയാളം വെക്കാൻ വേണ്ടി പേജിന്റെ മൂലിങ്ങനെ ഒടിച്ച് നമ്മൾ വെക്കും, അടയാളം വെക്കും. ഇതൊന്നും ചെയ്യരുത് എന്ന് എന്നെ പഠിപ്പിച്ചത് അയ്യപ്പനാണ്. എന്നിട്ട് പുള്ളി പറഞ്ഞൊരു വാചകമുണ്ട്. അപ്പൊ അയ്യപ്പൻ ചോദിച്ചു, ബൈബിൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സത്യത്തിൽ ബൈബിള് വായിച്ചിട്ടുണ്ട്, എങ്കിലും അത് വായിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ ഇടക്ക് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഈ സച്ചിദാനന്ദൻ സാറിനെ കാണാൻ, ഈ കവിതകൾ കാണിക്കാൻ മുൻപ് പോയിരുന്ന കാലത്ത് അദ്ദേഹം എന്നോട് നിർദ്ദേശിച്ച 2 പുസ്തകങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കണം എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ച 2 പുസ്തകങ്ങൾ, ഒന്ന് ബൈബിളും ഒന്ന് വിവേകാനന്ദ സ്വാമിയുടെ സാഹിത്യ സർവസ്വമായിരുന്നു. അപ്പൊ ബൈബിള് വീട്ടിലുണ്ടായിരുന്നു. ബൈബിൾ അക്കാലത്ത് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് തട്ടിയുള്ള വായന ഒന്നും ആയിരുന്നില്ല, അത് വായിച്ചിട്ടുണ്ട്. വിവേകാനന്ദ സാഹിത്യ സർവസ്വം ഞാൻ പിന്നീട് വാങ്ങി വായിച്ചിട്ടുണ്ട്. അപ്പൊ അയ്യപ്പൻ എന്നോട് ചോദിച്ചത് ബൈബിള് വായിച്ചിരുന്ന ചോദിക്കാൻ കാരണം, പുള്ളി എന്നോട് പറയാണ്,
ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ ഒരു വാചകം, ഒരു വചനം കേട്ടിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അതിങ്ങനെയാണ് പറഞ്ഞത് പുള്ളി: വചനം ദൈവമാകുന്നു. എന്നിട്ട് പുള്ളി പറഞ്ഞ്, അക്ഷരങ്ങൾ ചേർന്ന്, വാക്കുകൾ ചേർന്ന് ഒരു വചനം ഉണ്ടാകുന്നു, അത് ദൈവമാണെന്നാണ് ബൈബിൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ എത്ര ആദരവോടുകൂടി, എത്രയോ നിർമ്മലമായ നമ്മുടെ കൈകൾ കൊണ്ടായിരിക്കണം പുസ്തകങ്ങൾ തൊടേണ്ടത്. കാരണം വചനം എന്ന് പറയുന്നത് ദൈവമാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സത്യത്തില് അങ്ങനെ, അതായത് ഈ അക്ഷരങ്ങളും പുസ്തകങ്ങളും കവിതയും സാഹിത്യ സൃഷ്ടികളും, ഈ കല തന്നെ എത്ര മൂല്യവത്തായ ഒന്നാണെന്ന് ഒന്ന് പഠിപ്പിച്ച ഒരാളാണ് അയ്യപ്പൻ. ആ തിരിച്ചറിവിലോട്ട് കൊണ്ടുവന്ന ഒരാളാണ് അയ്യപ്പൻ. അതുപോലെ തന്നെ ഈ 2002 ഞാൻ പരിചയപ്പെടുന്ന ഒരാളാണ് ഈ ഫാദർ ബോബി ജോസ് കട്ടിക്കാട്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഒരിക്കലേ ഒരു സ്ഥലത്ത് വെച്ച് കേട്ടപ്പോൾ, അപ്പൊ അദ്ദേഹത്തെ എനിക്ക് അന്ന് അക്കാലത്ത് പരിചയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഓഷോ രജനീഷിനെ കുറിച്ചുള്ള അദ്ദേഹം ചെയ്തൊരു പ്രസംഗം കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് പരിചയപ്പെട്ടു. അപ്പൊ അദ്ദേഹം, ഞാൻ കവിയാണ്, സെബാസ്റ്റ്യൻ എന്ന പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കവിതകൾ വായിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നു. പക്ഷെ ആ കൂട്ട് വലിയൊരു കൂട്ടായി തീർന്നു, വലിയൊരു ബന്ധമായി തീർന്നു. കാരണം അദ്ദേഹത്തിന്റെ ഈ പ്രഭാഷണങ്ങൾ മുഴുവനും ഈ ശരിക്കും കാവ്യാത്മകമായ ഒന്നാണ് എന്ന് നമുക്കറിയാം. ഒരിക്കലും എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, മലയാളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കവികളുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പേര് ബോബി ജോസ് കട്ടിക്കാടിന്റെയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഇപ്പൊ എന്നെ ഒരു സ്പിരിച്വൽ ഒരവസ്ഥയിലോട്ട്, ഒരു ആത്മീയമായ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ ഈ ബോബി ജോസ് കട്ടിക്കാട് അച്ഛന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായി അതിനുശേഷം. അദ്ദേഹം പലവട്ടം എൻ്റെ വീട്ടില്, കോട്ടപ്പുറത്തുള്ള എൻ്റെ വീട്ടില്, ഞാൻ താമസിക്കുന്ന പഴയ പണ്ട് താമസിക്കുന്ന ഈ അയ്യപ്പനും ബാലേന്ദ്രനും എല്ലാ കവികളും ജോൺ അബ്രഹാമും ഒക്കെ വന്നിരുന്ന ആ വീട്, ചെറിയ വീടായിരുന്നു. അവിടെയും ബോബി ജോസ് കട്ടിക്കാട് അച്ഛൻ വന്നിട്ടുണ്ട്. പിന്നീട് പുതിയ വീട്ടിലും, ഈ പുതിയ വീടിന്റെ ഒരു പ്രത്യേകത, ആ വീടിന് തറക്കല്ലിടാനും അതുപോലെ തന്നെ വീടിന് പേരിട്ടതും ഈ ബോബി അച്ഛൻ, നെയ്തൽ എന്നാണ് പേര്. കടൽ തീരത്തെ മണൽത്തരികൾ, എണ്ണിയാലൊടുങ്ങാത്ത കടൽ തീരത്തെ മണൽത്തരികൾ എന്ന് കൂടി നെയ്തലിന് ഒരർത്ഥമുണ്ട്. അതാണ് ബോബി അച്ഛൻ ഇട്ട പേര്. മാത്രമല്ല എൻ്റെ പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ എല്ലാ ഇതിലും വന്നിട്ടുണ്ട്. മാത്രമല്ല പലപ്പോഴും ജീവിതം ഒന്നുകൂടി പ്രകാശപൂർണമായി ജീവിക്കണം എന്ന്, അതായത് പ്രകാശപൂർണമായ വഴികളിലൂടെ നടക്കണം എന്ന് എന്നെ ഒരു വഴി കാണിച്ചൊരു വലിയ വ്യക്തിയാണ് ബോബി ജോസ് കട്ടി. അദ്ദേഹത്തെ 2000 VK സുബൈദ ടീച്ചറെ പരിചയപ്പെടുന്ന അതേ കാലത്ത് തന്നെയാണ് അദ്ദേഹത്തെയും പരിചയപ്പെട്ടത്. 2004 പാട്ട് കെട്ടിയ കൊട്ട എന്ന കവിതാ സമാഹാരത്തിന് സുബൈദ ടീച്ചർ അവതാരി എഴുതുന്നത്. അതാണ് നമ്മൾ DC ബുക്സ് ആദ്യമായി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം. DC ബുക്സ് എൻ്റെ ഒരു പുസ്തകം ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് അതാണ്. അത് എൻ്റെ കവിതാ സമാഹാരങ്ങളിൽ 3ാമത്തെ കവിതാ സമാഹാരമായിരുന്നു. അത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഏതാണ്ട് എല്ലാ വർഷങ്ങളിലും തന്നെ DC ബുക്സ് എൻ്റെ ഓരോ പുസ്തകങ്ങൾ കവിതാ സമാഹാരങ്ങളായിട്ടൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചേക്കുന്നത് DC ബുക്സ് ആണ്. കാരണം അതിന് തുടർന്ന് ഈ പാട്ടുകെട്ടിക്ക് കൊട്ടയ്ക്ക് ശേഷം ഞാൻ എല്ലാ വർഷങ്ങളിലും തന്നെ കവിതാ സമാഹാരങ്ങളിൽ ഒരു വർഷമെങ്കിലും ഗ്യാപ്പിട്ട് കവിതാ സമാഹാരങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം, കൊടുങ്ങല്ലൂരാണല്ലോ പ്രൊഫസർ MN വിജയൻ മാഷ് വീട്. നമുക്കറിയാം, MN വിജയൻ മാഷ് നമ്മുടെ സുകുമാർ അഴീക്കോട് സാറിനെ പോലെ തന്നെ കേരളത്തിൽ സജീവമായി നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ ശ്രദ്ധേയനായ പ്രാസംഗികനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് കൊടുങ്ങല്ലൂരാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു. ഈ വിജയ മാഷിനെ സ്ഥിരം കാണാൻ വേണ്ടി പോകും. അദ്ദേഹത്തിനും എന്നോട് വലിയ താല്പര്യമാണ്. ഒരു ദിവസം അയ്യപ്പനും ഞാനും കൂടി അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹമായിട്ടുള്ള കൂട്ടുപോലെ തന്നെയായിരുന്ന സുകുമാർ അഴീക്കോട് സാറായിട്ടുള്ള കൂട്ടും. ഈ സുകുമാർ അഴീക്കോട് സാറ് എൻ്റെ ഒരു അനുഭവം പറയാം. സുകുമാർ അഴീക്കോട് സാറ് ആയിട്ട് വലിയ ബന്ധമായിരുന്നു.
സുബ്രഹ്മണ്യ സാറ് ഇവിടെ ഞങ്ങളൊരു ഏഹ്, ഇവിടെ മുൻ MLA ആയിരുന്ന ഒരു VK രാജന്റെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് എല്ലാ വർഷവും വലിയ സാമൂഹ്യ പ്രവർത്തകർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുകയായിരുന്നു. അപ്പൊ അതില് നമ്മുടെ BSന് സമ്മാനം കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പേർക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൊടുക്കാൻ വേണ്ടി വന്നിരുന്നത് സുകുമാരഴീക്കോട് സാറായിരുന്നു. പിന്നെ സുകുമാരഴീക്കോട് സാർ എല്ലാ ഈ പരിപാടികൾക്ക് വരും. പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകും, അദ്ദേഹം താമസിച്ചിരുന്നിടത്ത് പോകും. ഇതെല്ലാം അങ്ങനെ നല്ല ബന്ധമുണ്ടായിരുന്നു. ഒരിക്കലേ ഒരു അനുഭവം ഉണ്ടായി. നമ്മുടെ മാധവിക്കുട്ടി മരിച്ചിട്ട് അതിന്റെ ഒന്നാം വാർഷികം ഈ പുന്നൂർക്കുളത്ത് ആഘോഷിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള, അതുപോലെ അഴീക്കോട് സാറ്, വൈശാമാഷൊക്കെയുള്ള വലിയൊരു സദസ്സിൽ വെച്ച് അതിൽ കവി സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ഞാൻ പോയത്. അപ്പൊ അന്ന് കവിത വായിച്ചപ്പോൾ ഞാൻ ആയിടെ എഴുതിയ ഒരു പുതിയ കവിതയാണ് സ്വന്തം എന്ന ഒരു കവിതയാണ് അവിടെ ചൊല്ലിയത്. അപ്പൊ സുകുമാരഴീക്കോട് സാറിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓഡിയൻസിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ കവിത ചൊല്ലി കഴിഞ്ഞപ്പോ അദ്ദേഹം ആ ഓഡിയൻസിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സെബാസ്റ്റ്യൻ, ഈ കവിത വളരെ സൂപ്പർ കവിത. അപ്പൊ ഞാനൊരു ഈ ഗദ്യ രീതിയിൽ എഴുതുന്ന ഒരാളാണ്, കൂടുതൽ എന്റെ കവിതകളും അങ്ങനെയാണ്. അപ്പൊ ഞാനത് ചൊല്ലിയിട്ട്, പക്ഷെ സുകുമാരഴീക്കോട് സാറ് ഒരു പഴയ രീതിയിലൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്നിട്ട് പോലും അവിടെ എഴുന്നേറ്റ് നിന്ന് എന്നോട് പറഞ്ഞ്, ഈ കവിത വളരെ സൂപ്പർ കവിതയാണ്, മാത്രമല്ല നമ്മൾ ഈ നാടെല്ലാം ഇങ്ങനെ വിറ്റ് തുലയ്ക്കാണ്, ഇനി പുതിയ കുത്തകകള് കടലാണ് അന്വേഷിച്ചു വരുന്നത്, ആ കടലും കൂടി അവർക്ക് വിഴുങ്ങാനുള്ള ഒരു അവസ്ഥ വരുന്നു എന്ന് ഈ കവിത കാണിക്കുന്നുണ്ട്. അതെനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരം തന്നെ ആയിരുന്നു. അങ്ങനെ ആ ഒരു പിന്നെ മറ്റൊരാള് ജീവിതത്തിലോട്ട് ഏറ്റവും പ്രധാനമായിട്ട് കടന്നു വന്ന ഒരാളാണ് ജോമർ സാർ. നമുക്കറിയാം, ഇവിടെ ചീഫ് സെക്രട്ടറി ആയിരുന്നു, മലയാളം സർവകലാശാല VC ആയിരുന്നു. അങ്ങനെ ഉന്നതനായ വളരെ മലയാളത്തിലെ ശ്രേഷ്ഠനായ കവിയാണ് അദ്ദേഹം. അദ്ദേഹമായിട്ട് പരിചയപ്പെടാനുള്ള ഒരു സന്ദർഭം കൂടി പറയാം. DC ബുക്സ് 2010 സെബാസ്റ്റ്യന്റെ കവിതകൾ എന്ന് പറഞ്ഞ ഒരു കളക്ഷന്റെ വലിയ കവിതാ സമാഹാരം ഇറക്കുന്നത്. ഒരു പ്രാവശ്യം അദ്ദേഹം ഞാൻ ആ പുസ്തകം ഇറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മാതൃഭൂമി വാരാന്ത പതിപ്പില് ഈ സെബാസ്റ്റ്യന്റെ കവിതകൾ എന്ന് പറഞ്ഞ പുസ്തകത്തെ കുറിച്ചൊരു റിവ്യൂ വന്നേക്കാണ്. അത് എഴുതിയിരിക്കുന്നത് ജോമാർ. അപ്പൊ അദ്ദേഹമായിട്ട് എനിക്ക് ഒട്ടും പരിചയമില്ല. അപ്പൊ അതിൽ വളരെ നന്നായിട്ടാണ് ആ കവിതയെക്കുറിച്ച് പുസ്തകത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാനന്ന് എൻ്റെ സുഹൃത്തായ ആലങ്കോടിൽ ഇല്ലാകൃഷ്ണൻ വിളിച്ച് ചോദിച്ചു, പിന്നെ ജവമാർ സാറ് ജവമാർ നമ്മുടെ ജവമാർ സാറ് തന്നെയാണോ ഇങ്ങനെ എൻ്റെ ഒരു പുസ്തകത്തെക്കുറിച്ച് ഒരു റിവ്യൂ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും ജവമാർ സാറ് സെബാസ്റ്റ്യന്റെ കവിതകൾ വലിയ ഇഷ്ടമാണ്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ച്, അദ്ദേഹത്തിന് ഒന്ന് വിളിക്കാൻ കഴിയുമോ, കാരണം അദ്ദേഹം വലിയ ഉദ്യോഗസ്ഥനല്ലേ, വലിയ എഴുത്തുകാരനല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല സെബാസ്റ്റ്യൻ വിളിച്ചോ എന്ന് പറഞ്ഞ് എനിക്ക് നമ്പർ തന്നു. ഞാൻ എന്നിട്ട് ജവമാർ സാറിനെ വിളിച്ചു. അദ്ദേഹം ഫോൺ എടുത്തു. ഞാൻ വിവരം അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനോട് വളരെ നന്ദി പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സെബാസ്റ്റ്യൻ, ഞാനും കവിയല്ലേ, നല്ല കവിത കണ്ട അതേക്കുറിച്ച് എഴുതണ്ടേ എന്നാണ്. ഇങ്ങനെ ഒരുപാട് വ്യക്തികൾ എൻ്റെ ജീവിതത്തിലോട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, ജവമാർ സാറിന്റെ മറ്റൊരു കാര്യം പറയട്ടെ, അതിനുശേഷം അദ്ദേഹം ഈ തൃശ്ശൂരും എറണാകുളത്തൊക്കെ വരുമ്പോൾ നമുക്ക് കാണണം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട്, ഞാൻ പോകാറുണ്ട്. ഒരു തവണ 2010 അയ്യപ്പൻ നമ്മൾ വിട്ടുപോകുന്നത്. 2014 ഞങ്ങൾ തൃശ്ശൂര് വെച്ച് കാണുമ്പോൾ എന്നോട് ജോമാർ സാർ ചോദിച്ചു, അയ്യപ്പൻ എന്ന കവി മലയാളത്തിലെ വളരെ ശ്രേഷ്ഠനായൊരു കവിയാണ്, അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്താൻ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, സെബാസ്റ്റ്യനായിട്ട് വലിയ അടുപ്പമല്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യണം സാറേ എന്ന് ചോദിച്ചപ്പോൾ നമുക്കൊരു ട്രസ്റ്റ് ആരംഭിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ച്, ആ ട്രസ്റ്റിന്റെ ചെയർമാൻ സാറാകോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞാനാകാം, അയ്യപ്പനെ പോലെ ഒരു വലിയ കവിയുടെ പേരിലുള്ള ട്രസ്റ്റ് അല്ലേ. അങ്ങനെയാണ് അയ്യപ്പൻ കവിതാ പഠന കേന്ദ്ര ട്രസ്റ്റ് കേരളത്തിൽ വന്ന് എല്ലാ വർഷവും നമ്മുടെ പരിപാടി ഈ 2025 വരെ നമ്മൾ എല്ലാ വർഷവും ഈ നമ്മൾ കവികൾക്ക് അവാർഡ് കൊടുക്കുന്നു, അതുപോലെ തന്നെ സാഹിത്യോത്സവങ്ങൾ നടക്കുന്നു, കവിതാ ക്യാമ്പുകൾ നടക്കുന്നു, ഇതെല്ലാം നടത്തുന്നുണ്ട്. മാത്രമല്ല, ഈ ജോമാർ സാറിന്റെ വലിയൊരു പ്രോത്സാഹനവും അതിലുണ്ട്. ഈ അയ്യപ്പൻ ട്രസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ ഒരു പ്രോത്സാഹനവും അദ്ദേഹം അത് നിലനിന്ന് പോകാനും അദ്ദേഹത്തിന്റെ
ഒരുപാട് തിരക്കിനിടയിലും അദ്ദേഹത്തിന്റെ സഹായങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ ജയകുമാർ സാറിനെ കുറിച്ച് പറയാനുള്ളത്, ജയകുമാർ സാറിനെ കുറിച്ചുള്ള 2 പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്യാനും എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ജയകുമാർ സാറിന് 70 വയസ്സായപ്പോൾ എൻ്റെ ഒരു ആവശ്യപ്രകാരം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാണോ, അദ്ദേഹത്തെ 70 പേരെ കൊണ്ട് ഒരു പുസ്തകം, 70 പേര് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തെക്കുറിച്ച്, വ്യക്തി ജീവിതത്തെക്കുറിച്ചൊക്കെ എഴുതിയ ഒരു പുസ്തകം ഇറക്കാൻ അനുവാദം എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തോളാൻ പറഞ്ഞ് അങ്ങനെ ഒരു പുസ്തകം. അതുകൂടാതെ ജയകുമാർ സാറിൻ്റെ തന്നെ എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരത്തിൻ്റെ പഠനങ്ങളുടെ ഒരു പുസ്തകവും, ആ 2 പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്യാനും എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആദ്യമിറങ്ങിയ പുറപ്പാട് എന്ന പുസ്തകം 1985-ലാണല്ലോ ഇറങ്ങുന്നത്. അത് 2025 40 വർഷമായിരുന്നു. അപ്പൊ എന്നോട് ജോസി, പുസ്തകപ്രസാദ സംഘം തന്നെ പറഞ്ഞു, അതിൻ്റെ ഒരു ആഘോഷം നമുക്ക് വയ്ക്കണ്ടേ, 40 വർഷത്തിന്റെ ഒരു ആഘോഷം വയ്ക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ജൂലൈയില് നമ്മളതിൻ്റെ ഒരു ആഘോഷം പുസ്തകപ്രസാദ സംഘവും എറണാകുളം ചാവറ കൾച്ചർ സെന്ററും കൂടി ഒന്നിച്ച് സംയുക്തമായി നടത്തി. അത് എറണാകുളത്ത് ചാവറ കൾച്ചർ സെന്ററിൽ വെച്ചായിരുന്നു. അത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ള പരിപാടിയായിരുന്നു. ഒട്ടനവധി കവികളെല്ലാം പങ്കെടുത്തു. ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേര് പറയാണ്. അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ സാനുമാഷാണ്. സാനുമാഷായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. സാനുമാഷ് അന്ന് ഈ പുറപ്പാട് അറ്റ് 40 എന്ന് പറഞ്ഞൊരു ഒരു പുസ്തകവും BR നരേന്ദ്രൻ എഡിറ്റ് ചെയ്ത് അന്ന് പുസ്തകപ്രസാദ സംഘം ഇറക്കിയിരുന്ന് അതിൻ്റെ പ്രകാശനം നടത്തിയത് സാനുമാഷാണ്. അതില് സാനുമാഷ് അടക്കം ഒരു 100ഓളം എഴുത്തുകാരി, ഒരു നിത്യചൈതന്യത്തിലിട്ട് ജയകുമാർ സാർ അങ്ങനെ ഒരുപാട് എഴുത്തുകാർ എഴുതിയ നമ്മുടെ കവിതയെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളുടെ ചെറിയൊരു പുസ്തകമാണത് അന്ന് ഈ പുറപ്പാട് അറ്റ് 40 എന്നും പറഞ്ഞുകൊണ്ട് ഇറക്കിയത്. അന്ന് സാനുമാഷ് അവിടെ വളരെ പോസിറ്റീവായിട്ട് ആള് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ഞാനൊരു പഴയ ആളാണ്, ഈ വൃത്തത്തിലും ഛന്ദസ്സിലൊക്കെ എഴുതുന്ന കവിതയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ കവികൾ കുമാരനാശാനും വൈലോപ്പിള്ളിയും പി കുഞ്ഞിരാമൻ നായരും എല്ലാമാണ്. പക്ഷെ പുതിയ കവികളിൽ, ഗദ്യരൂപത്തിൽ എഴുതുന്ന കവികളിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2 പേരുണ്ട്. അതൊന്ന് അയ്യപ്പനും സെബാസ്റ്റ്യനുമാണ് എന്ന് പറഞ്ഞു. ഈ ആ വേദിയിൽ വെച്ച് തന്നെ ആ ഇടക്ക് ഡോക്ടർ ലക്ഷ്മി VS എഴുതിയ, നമ്മുടെ കവിതകളെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകം തന്നെ അവരെഴുതി, കവിതയെക്കുറിച്ച് ഒരു പഠന പുസ്തകം. അതവിടെ വെച്ച് പ്രകാശനം നടന്നു, സെമിനാർ, ഇതെല്ലാത്തിനും സാനുമാഷ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടായത്, ഈ പരിപാടി കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ സാനുമാഷ് വീട്ടിലൊന്ന് വീഴുകയും ഹോസ്പിറ്റലിൽ വെച്ച് അദ്ദേഹം നമ്മളെ വിട്ടുപോവുകയും ചെയ്തു. അദ്ദേഹം പങ്കെടുത്തൊരു അവസാനത്തെ പരിപാടി തന്നെയായിരുന്നു അത് എന്ന് പറയാം. അതുപോലെ അങ്ങനെ ആ ഒരു ഓർമ്മ, സാനുമാഷ് അനുഗ്രഹ പ്രസംഗമായിരുന്നു അത്. ഈ കവിതയിൽ നമ്മളിങ്ങനെ ഒരു വസന്തമായി നമ്മുടെ മനസ്സിൽ നിന്ന് ഒട്ടും കവിതയുടെ നനവ് കളയാതെ നിൽക്കാനുള്ള ഒരു വലിയ ഭാഗ്യാനുഗ്രഹം, അതായത് വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു സാനുമാഷ് അന്നത്തെ പ്രസംഗം എന്ന് ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ്. മറ്റൊന്നാണ് 2019, അതായത് ജീവിതത്തിൽ ഇങ്ങനെ ഈ കവിതയിൽ ഉണ്ടാവുന്ന നമുക്ക് വരുന്ന പ്രോത്സാഹനങ്ങൾ, കവിതയിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് വലിയ വിസ്മയങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് 2019 നമ്മുടെ കോവിഡിന് തൊട്ടു മുമ്പ് വിജയവാഡയിൽ, ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ഒരു ഇന്റർനാഷണൽ കാവ്യോത്സവത്തിന് പങ്കെടുക്കാൻ മലയാളത്തിന്റെ പ്രതിനിധിയായിട്ട് എന്നെ ക്ഷണിച്ചു. ഞാൻ ചെല്ലുകയാണ്. അപ്പൊ അവിടെ ഒരു പ്രത്യേകത, ഇങ്ങനെ 120ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള കവികളുണ്ട്. അപ്പോൾ കൊണ്ടമാനം കവികളാണ്. ഈ കവികള് കവിത ചൊല്ലാൻ വേണ്ടി, അവസരം കിട്ടാൻ വേണ്ടി, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി അവിടെ നറുക്കിട്ട് ഓരോ കവിയെ വിളിച്ചാണ് കവിതയെ ലഭിക്കുന്നത്. അപ്പൊ അന്ന് സീതാകാന്ത് മഹപത്ര എന്ന ജ്ഞാനപീഠവും പത്മവിഭൂഷണൊക്കെ കിട്ടിയ ആ വ്യക്തിയും ആ വലിയ കവിയും പിന്നെ അന്നത്തെ ഗവർണറും കൂടിയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ അന്ന് ആദ്യമായി അവിടെ കവിത ചൊല്ലാൻ വേണ്ടി അവസരം ലഭിച്ചത് എനിക്കാണ്. അന്ന് നറുക്കെടുത്ത് ആദ്യം വീണത് എൻ്റെ പേരാണ്. അപ്പൊ ഞാനവിടെ ഈ കവിത ചൊല്ലി ഇറങ്ങുമ്പോൾ എന്നെ പരിചയപ്പെടാൻ വേണ്ടി വന്ന് ഞങ്ങൾ പരിചയപ്പെട്ട ഒരാളാണ് ഈ ജേക്കബ് ഐസക് സാർ.
അദ്ദേഹം നമ്മുടെ മാവേലിക്കരയിലാണ് വീട്. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നു. അതേക്കാൾ ഉപരി അദ്ദേഹം പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ഏകദേശം 72ഓളം രാജ്യങ്ങളിൽ കവിത ചൊല്ലാൻ, കവിത അവതരിപ്പിക്കാൻ ഇന്റർനാഷണൽ കാവ്യോത്സവങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് എണസ്റ്റോ കഗാൻ എന്ന നൊബേൽ സമ്മാനം കിട്ടിയ ഒരു എഴുത്തുകാരനാണ്. അങ്ങനെ വലിയ ബന്ധങ്ങളാണ്. അന്ന് തന്നെ ഈ വിജയവാഡയിൽ വെച്ച് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ബുക്കർ പ്രൈസ് കിട്ടിയ കവികൾ, ജ്ഞാനപീഠം കിട്ടിയ കവികളൊക്കെയാണ് അദ്ദേഹത്തിന്റെ ബന്ധം. അങ്ങനെ ഒരു വലിയൊരു വ്യക്തിയെ പരിചയപ്പെടാൻ പറ്റി. അദ്ദേഹമായിട്ട് ഒരുപാട് വലിയ സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുക്കാൻ പറ്റി. 2024 മധുരയിൽ നടന്ന WCP വേൾഡ് കോൺഗ്രസ് പോയിറ്റ്സ് എന്ന് പറഞ്ഞ വലിയൊരു കാവ്യോത്സവത്തിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഒരുപാട് ഈ കവിതാ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഒരുപാട് കാവ്യോത്സവങ്ങളിൽ ഡൽഹി, കൽക്കത്ത, ഹൈദരാബാദ്, ഈ കഴിഞ്ഞ വർഷം ബാംഗ്ലൂര് അങ്ങനെ പങ്കെടുക്കാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ വിജയവാഡയിൽ സ്ഥിരം നടക്കുന്ന ഇന്റർനാഷണൽ കാവ്യോത്സവത്തിൽ 6 വട്ടം പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചു. പിന്നെ അതുപോലെ മറ്റൊന്ന് എന്ന് വെച്ചാൽ പല ഭാഷകളിൽ ഹിന്ദി, ഇംഗ്ലീഷ് ഇതിലൊക്കെ പരിഭാഷപ്പെടുത്തിയ കവിതകൾ പറഞ്ഞ് കവിതാ പുസ്തകങ്ങൾ വന്നു. അങ്ങനെ ഒരുപാട് ഈ കവിതാ ജീവിതത്തിൽ പൂത്ത വാഗമരത്ത് ചോട്ടിലിരുന്ന് വസന്തകാലം എന്ന് പറഞ്ഞ കവിത ആ സ്ലേറ്റിൽ കുറിച്ചിട്ട് പിന്നെല്ലാം ജീവിതത്തിൽ വിസ്മയങ്ങളായി വന്ന്, അത് കൂടാതെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പാട്ട് കെട്ടിയ കൊട്ട എന്ന കവിതക്ക് ഈ സ്റ്റേറ്റ് ബാങ്ക് ട്രാവൻകൂറിന്റെ അന്ന് SBT അവാർഡ് കൊടുക്കും എല്ലാ വർഷങ്ങളിലും. SBI ആയപ്പോഴത് നിർത്തപ്പെട്ടത്. സാഹിത്യത്തിലെ ഏറ്റവും മൂല്യവത്തായ കൃതികൾക്ക് അവാർഡുകൾ കൊടുക്കുമായിരുന്നു. അപ്പൊ 2025 അവാർഡ് കിട്ടിയത് നമ്മുടെ ഈ പാട്ട് കെട്ടിയ കൊട്ട എന്ന കവിതാ സമാരത്തിലാണ്. അത് തിരുവനന്തപുരം അന്നത്തെ BJT കളിൽ വെച്ച് വലിയൊരു ഫംഗ്ഷനിൽ വെച്ച് ആണ് ഈ SBT ഉദ്യോഗസ്ഥരുടെ വലിയൊരു ഫംഗ്ഷനിൽ വെച്ചാണ് അതിന് ആ പുരസ്കാരം കിട്ടിയത്. തുടർന്ന് ഒട്ടനവധി, അതായത് ഈ ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം, P. ഭാസ്കരൻ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം, അതുപോലെ അങ്ങനെ ഒട്ടനവധി P. കുഞ്ഞിരാമൻ നായർ ട്രസ്റ്റ് പുരസ്കാരം തൊട്ട് ഒട്ടനവധി ഏകദേശം 20ഓളം വലിയ കേരളത്തിലെ വലിയ പുരസ്കാരങ്ങൾ കിട്ടാനും ഈ കവിതാ വഴികളിൽ നടന്നതുകൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. നിരവധി പുരസ്കാരങ്ങൾ, പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ കിട്ടി. അങ്ങനെ കവിത പിന്നെ ഇപ്പോൾ വലിയൊരു ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കവിതയുടെ നനവ് മനസ്സിൽ നിന്ന് വിട്ടുപോകാണ്ട്, അത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. നിരന്തരം ആനുകാലികങ്ങൾ എഴുതാനും എല്ലാം കഴിയുന്നുണ്ട്. അങ്ങനെ നിരന്തരം കവികളായിട്ട് ബന്ധപ്പെടാനും ഒരുപാട് സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുക്കാനും അങ്ങനെയെല്ലാം ഒരുപാട് ഭാഗ്യം ലഭിച്ചു. എന്തായാലും ഈ കവിതയുടെ ആ വെട്ടം നമുക്ക് കിട്ടിയതുകൊണ്ട് ഈ ഒരു സംഭവം കൂടി പറയാം. ഈ സെയിന്റ് അഗസ്റ്റീൻ എന്ന് പറഞ്ഞൊരു വിശുദ്ധനുണ്ട് ഈ ക്രിസ്ത്യൻ സഭയിൽ. അദ്ദേഹം 30-32 വയസ്സ് വരെ തൻ്റെ ജീവിതത്തിന്റെ എല്ലാ തത്രപ്പാടുകളിൽ ഇങ്ങനെ ഓടി നടന്ന, തിരക്കുകളിലെല്ലാം ഓടി നടന്ന അവസാനം അദ്ദേഹം സുബോധം വന്ന് അദ്ദേഹം ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ, അദ്ദേഹത്തിന്റെ ആത്മകഥ ലോകപ്രശസ്തമായ ഒരു ആത്മകഥയാണ്. ആത്മകഥയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്, ഈ ദൈവത്തെ അദ്ദേഹം 32ാമത്തെ വയസ്സിൽ എല്ലാ അഴുക്കുചാലിലും നടന്ന് മലിനമായ എല്ലാ വഴികളിൽ നിന്ന് സുബോധം കിട്ടി ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു അവസ്ഥ അദ്ദേഹം ആത്മകഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആമുഖമായി അദ്ദേഹം എഴുതിയത് ഇങ്ങനെ എഴുതി വെച്ചേക്കാണ്. ഈ അനുഭവത്തെ, ഈ ഈശ്വരനെ കണ്ടെത്തിയ അനുഭവത്തെ എഴുതി വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്: ഇത്ര പുരാതനവും ഇത്ര നവീനവുമായ സൗന്ദര്യമേ, നിന്നെ സ്നേഹിക്കാൻ ഞാൻ താമസിച്ചു പോയല്ലോ എന്നാണ്. ആ ഒരു അനുഭവം തന്നെയാണ് ഈ കവിതയുടെ കാര്യത്തിലും എനിക്ക് പറയാനുള്ളത്. താമസിച്ചു പോയില്ല എങ്കിലും ആ കവിതയുടെ ഒരു അനുഭവം, ഒരു അനുഭൂതി നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു കാവ്യാനുഭൂതിയിൽ ജീവിക്കാനും എല്ലാം തോന്നിയിട്ടുണ്ട്. മാത്രമല്ല കുഞ്ഞുനാളിനെ തുടങ്ങി എനിക്ക് തോന്നിയൊരു കാര്യം കവിത സമം ദൈവം എന്നാണ്. അത് ശരിക്കും എന്താണ് കവിത നമുക്ക് തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഉത്തരം നമ്മുടെ ആന്തരികതയെ കൂടുതൽ ഇങ്ങനെ സൗന്ദര്യമുള്ളതാക്കി തീർത്തിട്ട് ഈ സ്നേഹമെന്ന ആ വലിയ ആ ഒരു ഏറ്റവും ഈർപ്പമായ ആ അനുഭവത്തെ ലോകം മുഴുവൻ പകരാനുള്ള ഒരു
ത്വര നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഒരു അനുഭവമാണ് അതുകൊണ്ട് തന്നെ ഈ കവിത ജീവിതത്തിൽ ഇങ്ങനെ നടത്തുന്നത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടും കരുതുന്നു.